നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥ അമ്മയ്ക്കും വികസിക്കുന്ന കുഞ്ഞിനും ഒരുപോലെ പ്രാധാന്യമുള്ള സമയമാണ്. ആ സമയത്ത് പ്രത്യേക ശ്രദ്ധയും പരിചരണവും വേണം. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കൽ എത്രത്തോളം സുരക്ഷിതമാണെന്ന സംശയം സ്വാഭാവികമായും ഉള്ളതാണ്. നോമ്പുകാലത്ത് വ്രതാനുഷ്ഠാനം തിരഞ്ഞെടുക്കുന്ന ഗർഭിണികൾ അവരുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ആരോഗ്യം ഉറപ്പാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നീതു അഖിലാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ നോമ്പ് കാലമാണ്. ഏറ്റവും ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഗർഭിണികൾ നോമ്പെടുക്കുന്നത് സേഫ് ആണോ? ഈ നോമ്പ് കാലത്ത് നിത ചോദിച്ചതുപോലെ മിക്ക ഗർഭിണികളുടെ സംശയമാണ് പ്രഗ്നൻസിയിൽ ഫാസ്റ്റിംഗ് സേഫ് ആണോ, കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, ഫാസ്റ്റ് ചെയ്യുന്ന ഗർഭിണികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ. അപ്പൊ പ്രഗ്നൻസിയിൽ ഫാസ്റ്റിംഗ് സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ഒരു സാധാരണ സ്ത്രീയെ അപേക്ഷിച്ച് ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഇരട്ടിയാകുന്ന ഈ ഒരു കാലത്ത് അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നുണ്ട്. ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടും, ഗ്ലൂക്കോസ്, കാൽസ്യം, അയൺ, ഫോളേറ്റ് എന്നിവയുടെ ആവശ്യങ്ങൾ കൂടി വരുന്ന ഈ ഒരു ടൈമിൽ അമ്മയുടെ ശാരീരികാവസ്ഥയും കുട്ടിയുടെ വളർച്ചയും അതേപോലെ തന്നെ പ്രഗ്നൻസി കാലഘട്ടം ഇത് മൂന്നും ഈക്വലി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗർഭിണികളും ഫാസ്റ്റിംഗ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ലാത്ത ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഗർഭിണിക്ക് 4-ാം മാസം തൊട്ട്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒറ്റ അടിക്കാതെ അങ്ങനെ പറയാൻ പറ്റില്ല, സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആകുമ്പോൾ ഈ നോമ്പെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കില്ലേ? ഈ ഗർഭകാലത്ത് ഏതൊക്കെ സമയങ്ങളാണ് ഫാസ്റ്റിംഗ് ഒഴിവാക്കണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പ്രഗ്നൻസി കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസം ജനറലി എല്ലാ ഗർഭിണികൾക്കും ഛർദി, ക്ഷീണം, ഭക്ഷണ വിരസത, ഗ്യാസ്ട്രൈറ്റിസ് അഥവാ നെഞ്ചിരിച്ചൽ തുടങ്ങിയ സിംറ്റംസ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് ഒരു 10 to 12 hours ഫാസ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നന്നായിട്ട് ഹൈപ്പോഗ്ലൈസീമിയയിലോട്ട് പോകാനും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ നെഞ്ചരിച്ചലും ക്ഷീണവും ഒക്കെ കൂടാനുള്ളതാണ് കൂടുതലും നമ്മൾ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 months ഗർഭിണികൾ ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി 4, 5, 6 അതായത് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഗർഭിണികളുടെ ആരോഗ്യം ജനറലി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് അവസാനത്തെ 3 മാസമാണ്. ഈ ഒരു ടൈം കുട്ടിയുടെ ബർത്ത് വെയിറ്റ് കൂടുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അമ്മയുടെ ശരീരം ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും. അത് കുട്ടിക്ക് വളർച്ചയും കുട്ടിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ്, നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും, അത് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സാധാരണ ഈ ഫാസ്റ്റ് ചെയ്യാത്ത ഗർഭിണികളെ അപേക്ഷിച്ച് അവസാന മാസങ്ങളിൽ ഫാസ്റ്റ് ചെയ്യുന്ന ഗർഭിണികളിൽ നമ്മൾ കുട്ടി മഷി കുടിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇത് പ്രസവം നേരത്തെ ആക്കാനും അതേപോലെ സിസേറിയനിലേക്ക് അവസാനിക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. പിന്നെ ചില കോംപ്ലിക്കേഷൻസ് ഉള്ള ഗർഭിണികൾ, അതായത് രക്തക്കുറവ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, മൾട്ടിപ്പിൾ ട്വിൻ പ്രഗ്നൻസി എന്നിവ ഉള്ള ഗർഭിണികൾ ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. അതായത് രക്തക്കുറവുള്ള അമ്മമാര് ധാരാളമായി അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. ഈ കണ്ടീഷനിലുള്ള അമ്മമാര് ഫാസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കുറയാനും അതേപോലെ നോമ്പ് തുറന്നു കഴിയുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടാനും ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർഗ്ലൈസീമിയ എന്നൊരു എൻറ്റിറ്റിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ള അമ്മമാരോട് അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പ്രോപ്പർ കൗൺസിൽ ചെയ്തതിനു ശേഷം മാത്രം ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളതാണ്. ഈ ഗർഭിണി വ്രതമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക. എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റിൽ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക. ഒരു ഗർഭിണി പകൽ സമയത്ത് എടുക്കുന്ന അതേ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ നോമ്പ് തുറന്ന് അത്താഴം വരെയുള്ള സമയം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം ഒരു 10 to 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അതെന്തോ ആവാം, നമുക്ക് ക്ലിയർ ഫ്ലൂയിഡ് ആവാം, ഇളനീരിന്റെ വെള്ളം ആവാം, അതേപോലെ തന്നെ ബട്ടർ മിൽക്ക്,
ജ്യൂസ്, അധികം മധുരമിടാത്ത ജ്യൂസ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കുടിക്കുക. പിന്നെ ഉള്ളത് അവോയ്ഡ് ചെയ്യേണ്ട പാനീയങ്ങളാണ് ചായ, കോഫി, കഫീൻ അടങ്ങിയത്, ബോട്ടിൽഡ് ജ്യൂസ് എന്നിവ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഭക്ഷണക്രമത്തിലേക്ക് വരുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നോമ്പെടുക്കുന്ന എല്ലാ ഗർഭിണികളും ക്രമീകരിക്കേണ്ടതാണ്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഈത്തപ്പഴവും വെള്ളം അല്ലെങ്കിൽ ഇളനീർ വെള്ളം വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റുള്ള ഫുഡ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഓട്സ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവരൊക്കെ സ്ലോ എനർജി റിലീസിങ് ഫുഡ്സ് ആണ്. അത് ഗ്ലൂക്കോസിന്റെ ബ്ലഡിൽ ഗ്ലൂക്കോസ് സഡൻ സ്പൈക്ക് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ ചിക്കൻ, മുട്ട, പാല്, ചപ്പാത്തി, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഉറങ്ങുന്നതിന് മുന്നേ സാലഡ്സ് കഴിക്കുക. കക്കിരി, ക്യാരറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ സാലഡ്സ് ആക്കി നന്നായിട്ട് കഴിക്കുക. പിന്നെ ഉള്ളത് അത്താഴത്തിന്റെ ഫുഡാണ്. അത്താഴത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും അടങ്ങിയ ഡയറ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മുട്ടയും പാലും നന്നായി കുടിക്കുക. പിന്നെ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് ഉണ്ട്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഈ എണ്ണക്കടികൾ നന്നായിട്ട് കഴിക്കുക. അത് ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് കൂട്ടും. അതേപോലെ തന്നെ ഓയിലി, സ്പൈസി, സാൾട്ടഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ്, ഇവയൊക്കെ തീർച്ചയായും നമ്മുടെ നോമ്പെടുക്കുന്ന ഗർഭിണികൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ആണ്. ഗർഭിണികൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ശരീരത്തെ അത് ബാധിക്കുന്നത്? നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഈ സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥകൾ മാറുന്ന ഒരു സമയമാണല്ലോ ഈ ഗർഭകാലം എന്ന് പറയുന്നത്. ആ സമയത്ത് എടുക്കുന്നതിനെ കുറിച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞു. ഈ അല്ലാതെ തന്നെ ഈ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഈ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ ഇത് എടുക്കുമ്പോൾ എന്താണ് ഈ ഫാസ്റ്റിംഗ് കൊണ്ട് ഈ സംഭവിക്കുന്നതെന്ന്, എന്താണ് അത്, എങ്ങനെയാണ് ശരീരത്തെ അത് ബാധിക്കുന്നത്? എപ്പോഴും ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഗർഭിണികളോട് ഇന്റർമീഡിയറ്റ്, അതായത് ഇടവിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ യൂഷ്വലി പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഈ നോമ്പ് കാലത്ത് ഒരു 10 to 12 hours ഫാസ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു വരികയും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി തന്നെ നമ്മളെ കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കീറ്റോൺ ബോഡീസ് പ്രൊലോങ്ഡ് ആയിട്ട് നമ്മുടെ ബ്ലഡിൽ, ഗർഭിണികളുടെ ബ്ലഡിൽ നിൽക്കുമ്പോൾ പ്ലാസന്റ ക്രോസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയയും ഡീഹൈഡ്രേഷനും കുട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, യൂട്രോ പ്ലാസന്റൽ സർക്കുലേഷൻ കുറയ്ക്കാനും കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാവാനും കുട്ടിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കുറയാനും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ കണ്ടുവരുന്നത് മൂത്രത്തിൽ പഴുപ്പാണ്. ഇടവിട്ട് ഉള്ള റിക്കറന്റ് UTI അമ്മയ്ക്ക് അനുഭവപ്പെടും. ഈ റിക്കറന്റ് UTI കാരണം അമ്മയുടെ പ്രസവം നേരത്തെ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് നെഞ്ചെരിച്ചിൽ അഥവാ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. യൂഷ്വലി പ്രഗ്നൻസിയിൽ ഹോർമോൺ ചേഞ്ച് കൊണ്ടും അമ്മയുടെ ഗർഭപാത്രം വലുതായി വരുന്നത് കൊണ്ടും ഗ്യാസ്ട്രൈറ്റിസ് വളരെ കോമൺ ആണ്. അപ്പൊ ഈ ഫാസ്റ്റിംഗ് ശരീരത്തിന്റെ ആസിഡ് കൂട്ടുകയും അമ്മയ്ക്ക് നെഞ്ചെരിച്ചിൽ കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെയുള്ള എല്ലാവരുടെയും സംശയമാണ് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുമോ, മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കുമോ എന്നൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂത്രത്തിൽ പഴുപ്പൊക്കെ വരികുമ്പോൾ നമുക്ക് മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തൊക്കെ മുൻകരുതലുകൾ ഈ ഫാസ്റ്റിംഗ് സമയത്ത് സ്വീകരിക്കേണ്ടതുണ്ട്? കാരണം ഇത് ചെയ്യുമ്പോൾ ഈ ഭക്ഷണ കാര്യത്തിലും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലൊക്കെ ഡോക്ടർ പറഞ്ഞു. വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ, നമ്മൾ മറ്റു മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കുമല്ലോ ഈ ഗർഭകാലം എന്ന് പറയുമ്പോൾ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഏതൊക്കെ മുൻകരുതലുകളാണ് ഇതിൽ നടത്തേണ്ടത്? നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന്റെ നമ്മളെ അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അഡ്വൈസ് എടുക്കുക. അതിനുശേഷം ഈ പകൽ സമയത്ത് അധികം പുറത്തിറങ്ങാതിരിക്കുക. കാരണം നമുക്കറിയാലോ നല്ല ചൂടാണ്, ഡീഹൈഡ്രേഷൻ ഉള്ളൊരു റിസ്ക് ഉണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കുക, ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക. ഇന്റർമീഡിയന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, ചെറിയ ചെറിയ ഇടവേളകളിൽ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക. ഈ സമയങ്ങളിൽ കുട്ടിയുടെ അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരമ്മ ഒരു ദിവസം 10 അനക്കമെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ മിനിമം 3 അനക്കമെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ കുട്ടിയുടെ അനക്കം ശ്രദ്ധിക്കേണ്ടത് അമ്മ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് സമയത്ത് ഭക്ഷണം ക്രമീകരിക്കുക, ഫുൾ വെള്ളം നന്നായി എടുക്കാൻ ശ്രമിക്കുക.
പറഞ്ഞല്ലോ ഈ അനക്കം ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ആദ്യ മാസങ്ങളൊക്കെ ആണെങ്കിൽ 1, 2, 3 അങ്ങനത്തെ ആ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് എത്രത്തോളം ഒരു റിസ്ക് ആണ് ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നത്? അല്ലെങ്കിൽ ആ സമയത്ത് പോലും ചിലർക്ക് ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ ഛർദിലുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ ഈ ആദ്യത്തെ മാസങ്ങൾ എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് സുരക്ഷിതമായിരിക്കുമോ? അതും ഈ പറഞ്ഞ ഡോക്ടറിനെ കണ്ടുള്ള അഡ്വൈസിന് ശേഷം ചെയ്യുന്നതല്ലേ നല്ലത്? മാസം ഈ അമിതമായിട്ട് ഛർദിയും നെഞ്ചരിച്ചിലുമുള്ള അമ്മമാര് നോമ്പ് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമുക്കത് ഫാസ്റ്റിംഗ് ചെയ്യുന്തോറും നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ വരാനും ഹൈപ്പോഗ്ലൈസീമിയ കാരണം നമുക്ക് ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അനക്കം ശ്രദ്ധിക്കണം. നമുക്കൊരു അമ്മയ്ക്ക് അനക്കം അറിഞ്ഞു തുടങ്ങുന്നത് 5ാം മാസത്തിന് ശേഷമാണ്. അപ്പം 8 മാസമൊക്കെ എത്തിയ അമ്മമാരാണ് കൂടുതലായിട്ടും കുട്ടിയുടെ അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിനുശേഷമാണ് അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് കുറയുമ്പോൾ കുട്ടിക്ക് അനക്കക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യത. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത്, ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ് ഈ ഫാസ്റ്റിംഗ് നിർത്തേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം എപ്പോഴാണ്? അത് ദ എമർജൻസി ഓർ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് കുട്ടിയുടെ അനക്കക്കുറവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ അനക്കക്കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അത് ഫാസ്റ്റിംഗ് ഒഴിവാക്കി ഭക്ഷണം കഴിച്ച് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോവുകയും കുട്ടിയുടെ ഗ്രാഫ് എടുക്കേണ്ടതിൻ്റെതായിട്ടുള്ള ആവശ്യകതയുണ്ട്. പിന്നെ അമ്മയ്ക്ക് നല്ലപോലെ തലവേദന, തലകറക്കം, ക്ഷീണം, അടിവയറ്റിലെ വേദന, ഛർദി, അമ്മയ്ക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുമ്പോഴും അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴും നമുക്ക് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് അടിവയറ്റിലെ ചെറിയ വേദന പോലും നമ്മൾ കരുതലോടെ എടുക്കുകയും ഉടനെ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് നന്നായി ഫുഡ് കഴിച്ച് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്തേക്ക് പോവേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഏത് സമയത്താണ് ഇത് നിർത്തേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഈ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതാണ്, നമ്മൾ ഈ നോമ്പ് മുറിക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. ആ സമയത്ത് പക്ഷേ ഈ ഗർഭിണിയെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇത്രയും ഫുഡ് കഴിക്കുകയും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലാതെ തന്നെ ഈ ചിക്കൻ അതുപോലത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ആ ബോഡിയിൽ അത് കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ? അതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് നമ്മൾ ആദ്യം കഴിക്കണം അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? അത് നമ്മൾ GDM ഉള്ള പേഷ്യൻസ്, അതായത് പ്രഗ്നൻസിയിൽ ഷുഗർ കണ്ടുവരുന്ന ഗർഭിണികൾക്ക് നമ്മൾ പെട്ടെന്ന് നോമ്പ് തുറക്കുമ്പോൾ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള റിസ്ക് ഉണ്ട്. നോർമൽ വുമൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത്, അതായത് ചപ്പാത്തി, ഇഡ്ഡലി, ധാന്യവർഗ്ഗങ്ങളുള്ള ദോശ, ഉഴുന്ന ദോശ, ഇതൊക്കെ സ്ലോ എനർജി റിലീസിങ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് അവർ സഡൻ ഗ്ലൂക്കോസ് സ്പൈക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അത് പ്രോട്ടീൻ, ഫൈബർ ഗ്രാജുവലി ഡയറ്റിൽ കൂട്ടി കൊണ്ടുവന്നാൽ മതി. റംദാൻ മാസം പോലെ ഈ ഒരു പ്രഗ്നൻസി കാലഘട്ടവും വിശുദ്ധവും അതീവ ശ്രദ്ധ വേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് വേണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഒരിക്കലും സോഷ്യൽ പ്രഷറിന്റെ ബേസിസിലല്ല, കൃത്യമായ മെഡിക്കൽ അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്യാവൂ. അപ്പം സുരക്ഷിതമായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമായാൽ മാത്രമേ നമുക്ക് കുട്ടിയുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന് ആലോചിച്ചിട്ട് വേണം ഓരോ ഗർഭിണികളും ഈ ഒരു റംസാൻ മാസത്തിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് ഗർഭിണികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഇതെല്ലാം കൃത്യമായി തന്നെ കണ്ടറിഞ്ഞ്, അല്ലെങ്കിൽ അത് ഡോക്ടറിനോട് പോലും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആരോഗ്യപരമായ കാര്യം. അത് നമുക്കറിയുന്ന പോലെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിനും കൂടി ആ ആരോഗ്യം ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഈ നോമ്പ് കാലത്ത് ഗർഭിണികൾ നോമ്പെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ നീതു അഖിലാണ് നമ്മളോട് സംസാരിച്ചത്. ഈ നോമ്പ് കാലത്ത് ഗർഭിണികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിക്കണം, എങ്ങനെയാണ് ഒരു നോമ്പ് എടുക്കുകയാണെങ്കിൽ പോലും ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ മോശമാകുമ്പോഴാണ് ഈ നോമ്പ് അവസാനിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മളോട് ഇന്ന് ഡോക്ടർ പറഞ്ഞു തന്നത്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.